അടിസ്ഥാനപരമായി അവരുടെ മനസ്സിൽ പതിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് 5 വർഷം അപ്പുറത്തും 5 വർഷം ഇപ്പുറത്തും എന്നുള്ള രീതിയിൽ ഒരു 5 വർഷം ഭരണത്താണെങ്കിൽ 5 വർഷം പ്രതിപക്ഷത്ത്, തൊട്ടടുത്ത 5 വർഷം ഭരണത്തിൽ, അങ്ങനെ മാറിയും തിരിഞ്ഞും വന്നുകൊണ്ടിരുന്നതിൻ്റെ ഒരു സംഭവം അവരുടെ മനസ്സിൽ പതിഞ്ഞു പോയി. അതായത് ഓട്ടോമാറ്റിക്കലി ഇനി അടുത്തത് ഭരണം ഞങ്ങൾക്കാണ്, ഈ എന്ത് പ്രവർത്തിച്ചില്ലെങ്കിൽ അത് കിട്ടും എന്നുള്ള ഒരു ധൈര്യത്തിലാണെന്ന് തോന്നുന്നു അവരൊക്കെ. ആ ധൈര്യം ഒരിക്കലും പാടില്ലെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞതാണ്. അതെ അതെ, അത് ഏറ്റവും കൂടുതൽ പിന്നെ കോൺഗ്രസിനേക്കാൾ UDF ഏറ്റവും കൂടുതൽ അതിൻ്റെ പിന്നെ ആ അവസ്ഥ, അതിൻ്റെ ഒരു എന്താ ദുരവസ്ഥ അറിയാവുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലീഗടക്കമുള്ള പിന്നെ ഘടകകക്ഷികളുണ്ട്. അവരതിലെ ഈ ഇത്തരം ഒരു സാഹചര്യത്തെക്കുറിച്ച് തീർത്തും ബോധവാന്മാരാണ് ഈ ഘടകകക്ഷികളൊക്കെ തന്നെ. ഘടകകക്ഷികളാണ് കുറച്ചുകൂടി ബോധവാന്മാർ. അവരിതിന് അതാണ് UDF ഒരു ഒറ്റക്കെട്ടായിട്ട് നിർത്താനും എങ്ങനെയും ഇപ്പോൾ അൻവറിൻ്റെ വിഷയത്തിൽ പോലും അവരെല്ലാവരും ഒരു ഒത്തൊരുമിച്ചൊരു തീരുമാനത്തിലേക്ക് വന്നതിൻ്റെ കാരണം തന്നെ ഇപ്പോഴത്തെ ഒരു അരക്ഷിതാവസ്ഥ മാറിയിട്ട് ഇനിയെങ്കിലും അവർക്ക് കൈവിട്ടു പോയ ഒരവസരം വീണ്ടും ആവർത്തിക്കരുത്, ആ ഒരു സാഹചര്യം ആവർത്തിക്കരുത് എന്നുള്ളൊരു ബോധം അവർക്കുണ്ട്. പക്ഷെ അത്രയും പോലും ഒരു ജാഗ്രത ഇവിടെ ഉണ്ടായില്ലെങ്കിലോ? അതെ അതെ, തീർച്ചയായിട്ടും അവിടെയാണ് ഇതിൻ്റെ വിഷയം.